ഒരു പരിപാടി നടക്കും തോന്നല്ല. നടക്കണില്ല മോനെ, നടക്കണില്ല. ഹായ് ഗൈസ്, നമ്മളുടെ ഒരു പരിപാടി നടക്കും തോന്നല്ല. അടി 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 അടിപൊളിക്കാൻ വന്നല്ലോ. ഇത് 1.5 മണിക്കൂറിന്റെ വ്ലോഗ് ഔട്ടാ. ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെ നോക്കി തുടങ്ങി. പിള്ളേരെ കളിയാക്കിട്ടിരിക്കാൻ തുടങ്ങിട്ടാ. കിട്ടും മോനെ, ഇതില് കിട്ടും. ഇതിൽ നമ്മളിതില് നേടിയിരിക്കട്ടാ. നമ്മുടെ വിജയാണിത്. റെഡി? അടി അടി. യെസ്, ഒന്നും കൂടെ. നമ്മുടെ രണ്ടാമത്തെ വിജയായിരിക്കും. ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. മഴയുള്ള കാരണം കുറച്ചു നേരം വീടിന്റെ പുറത്ത് വീടിന്റെ അകത്ത് കുറച്ചു നേരം ഇരുന്നു. മഴ ഒന്ന് ജസ്റ്റ് തോർന്നപ്പോ ഇറങ്ങാന്ന് വിചാരിച്ചതാ. പക്ഷെ അപ്പത്തേക്ക് നോക്ക്, വെള്ളത്തിന്റെ അവസ്ഥ നോക്ക്. ആ കോമഡി ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയും. നല്ലതാ. നമ്മളെന്താ ചെയ്യ? എങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ ചെയ്യണ്ടേ? റേസ് ചെയ്യണ്ട. അങ്ങനെ നിക്കുന്നു. ഒന്നും ചെയ്യണ്ട. അതായത് ഓടാവുമ്പോ ജസ്റ്റ് തിരിക്കണത് തൊടാണ്ട്. ഞങ്ങള് ആക്ച്വലി ഒരു സ്റ്റോറി ഇടാനുള്ള വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുത്താണ് ഇപ്പൊ വ്ളോഗിലേക്ക് എത്തിയത്. അത്രയും സമയം അടി തന്നെ അടി. ഞങ്ങളുടെ ലിവർപൂൾ വ്ളോഗാണ്. അതെ, പൂളെന്ന് പറഞ്ഞാ വെള്ളം അടിച്ചടിച്ചപ്പോ കരള് പോവോ. ലിവർപൂളായി. അവനെന്താ അറിയോ, ഇവിടെ കോളേജിലെ പിള്ളേരൊക്കെ ഉണ്ടാവില്ല എന്തായാലും. മെയിൻ വൃത്തിയിൽ നടക്കണ്ടേ, അതെ അവരെ കാണിക്കാൻ അതിന് വേണ്ടി ഇട്ടാണ് മുമ്പില്. പക്ഷെ അതെ അതെ, പല്ല് തേച്ചില്ലേലും എന്താ ഇങ്ങനെടാ. ഞങ്ങള് 12 മണിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സമയത്രയാടാ? 1 മണിക്കൂറായി. 1 മണിക്കൂർ വെള്ളത്തിൽ നിന്നും ജിഷ്ണു അവനവിടെ ഇരിക്കട്ടെ. അവനെ കൊണ്ട് ചോറിന്റെ പൈസ കൊടുപ്പിക്കാം. അത് ഞാൻ ആക്കി തരാം. നോക്കാൻ നേരത്ത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടി ഇല്ലാട്ടോ. അതുപോലെ പൊട്ടിയേ അല്ലല്ല, നേരത്തെ പൊട്ടി അവിടുന്ന്. ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ടാണോ വന്നത്? അത് ചെയ്താ മതിയിരുന്നില്ലേ? 1 മണിക്കൂർ തടിക്കേണ്ട അവസ്ഥ വന്നാ. അല്ല, നമ്മള് ഇത്ര സമയമൊന്നും വിചാരിച്ചില്ലല്ലോ. പക്ഷെ 1 മണിക്കൂർ കഴിയുമ്പോ ആലോചിക്കൂടോ. ഞാൻ ആലോചിച്ചേ ബുദ്ധി ഓടാ മതിയേ. എനിക്ക് തോന്നുന്നുണ്ട് പലതും ശരിയാവാറുണ്ടാവും. പലതും ശരി. എന്റെ കയ്യും കഴിച്ചു. ഇതൊരു അനുഭവമാണ്. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയാലും ജീവിതം എന്ന് പറഞ്ഞ ഒരു ട്വിസ്റ്റാണ്. എപ്പോഴാണ് എന്ത് സംഭവിക്കാന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഇവിടുന്ന് ഇച്ചിരി നടക്കാനില്ലേ. ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇങ്ങനെയാണ് വണ്ടി മാറ്റാം.
അല്ല 10 അടി, നിനക്ക് 10 അടി തരാം. 10 അടിയിൽ ഇവൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇവന്റെ ഫുഡിന്റെ പൈസ അവൻ തന്നെ കൊടുക്കും. അടി എന്റെ അടികളൊന്നും പാലിച്ചേ പോയിട്ടില്ല കേട്ടോ. 1 എത്ര അടി? 1 2 3 4 5 6 7 8 9 10. ചീറ്റ് പോയി നിന്റെ മുഖം ഭർത്തകാവിൽ പതി കാണാനില്ല. അതുപോലെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്രയും കാശ് മുടക്കി ഈ ഒരു ഗുദാമ് പോലത്തെ വലിയൊരു വില്ലെടുത്തു ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്തായാലും ഇവിടുന്ന് എന്തായാലും മാറട്ടെ. എന്റെ സ്കൂളിൽ സ്യൂട്ട് ഇരിക്കുന്ന സ്വിമ്മിങ് സ്യൂട്ട് അതെടുത്തുണ്ട്. ഈ വണ്ടിയുടെ ഓണർ ഈ വ്ലോഗ് കാണുകയും അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇവന്റെ അവസ്ഥയിലാണ് ഈ വണ്ടിയുള്ളത്. തന്നതാ ഓടിക്കാൻ. ആ കുട്ടി വർക്ക് ചെയ്യാനായിട്ട് പോയി. ഇപ്പൊ കുറച്ച് ദിവസം ഇവിടെ വെച്ചോ, എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചോ എന്നിട്ട് തന്നതാ. ഇനി ഒരാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ വേറൊരു വണ്ടി എടുത്ത് പോടാല്ലേ നല്ലത്? അവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും അവര് 1 മണിക്കൂർ തന്നെ ഡാൻസ് ഒക്കെ കളിക്കണോണ്ട് ആ എനർജി ഉണ്ട്. അതുകൊണ്ട് അവന്റെ പഠിച്ചോളൂ. എന്റെ മാത്രം അത് ലാസ്റ്റ് മോനെ കൂട്ടിക്കൊണ്ട് സീരിയലാവല്ലോ. 2 അടിയിൽ നമ്മൾ നിർത്തി പരിപാടി എടുത്തില്ല. എന്നിട്ട് നിങ്ങൾ അടിക്കണം. എനിക്ക് ഞാൻ ഇരുന്നാ മതിയാ? വേണ്ട, ഞാൻ ഇതുമായിട്ട് ഇരുന്നിട്ടില്ലേ. നീ തന്നെ അടിച്ച് നീ തന്നെ ഓടിച്ചോക്ക്. കാലോ ഞങ്ങളിങ്ങനെ ഫോൺ കൈമാറാ ആൾക്കാരടിക്കണത് മാറാന്നല്ലാണ്ട് ഒരു പരിപാടി നടക്കണില്ല. എത്ര നേരായിന്നറിയോ? എന്റെ വിശപ്പ് പോയി. ഇങ്ങനെ നിക്കണ ഇവിടെ ഈ വെള്ളത്തില് ത്രികോണ മധ്യ മൂലത്തിണ്ട് ഭുജ കണ്ണാളെ തരവാളുണ്ടാളെ അൽവാല് ദേവൻ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വണ്ടി, വേറെ വഴിയില്ല ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾ യഥാർത്ഥ കപ്പലും കൊണ്ട് ഇറങ്ങും. പിന്നെ തള്ളണ്ടല്ലോ. നല്ല ഭംഗിയിലൊക്കെ ഉണ്ടല്ലോടാ. താറാവത് കോടല്ലേ വൈക്കഴും. എന്റെ കപ്പലെടുക്കാം. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വണ്ടിയുമായിട്ട് ശാന്താനോ ഇതാ. ആക്ച്വലി ആദ്യം ചെയ്താൽ മതിയായിരുന്നു. മാണ്ടന്മാര് 1.5 മണിക്കൂർ ഒരു വണ്ടി സ്റ്റാർട്ട് അവിടെ നോക്കിയിരുന്നു. ഞാൻ ഒന്നും വർക്കില് ഫോക്കസ് ചെയ്യാതെ വെച്ചിരുന്ന ദിവസമായിരുന്നു. വെള്ളം തെറിഞ്ഞില്ല. നമ്മളാണ് പൊക്കത്തെ ആൾക്കാർക്ക് നമുക്കൊക്കെ സെയിം റെന്റ് അല്ലേ? ത്രികോണ മധ്യേ ഞങ്ങളിപ്പോൾ പോകുന്നത് രാജഗിരി കോളേജിന്റെ വരാന്തയിലൂടെ, എന്താ പറയാ, റൂട്ടിലൂടെ, വഴിയിലൂടെ. അപ്പുറത്തും ഇപ്പുറത്തും രാജഗിരി കോളേജിന്റെ പ്രമോഷനാവും. വലിയൊരു കയറ്റാണ് ഞങ്ങൾ ഈ വണ്ടിയിൽ കയറിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വണ്ടിയുടെ പ്രമോഷൻ ആവുന്നത്. അതല്ല, ഇതിന് യാതൊരു കൊളാബില്ല. ഇവിടെ കട ഇനി വ്ളോഗ് വയ്യാണ്ടായി. ടാറ്റാ ബൈ ബൈ.